ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ ദൈവം അടിനെ യോഗ്യനാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ദൈവം നമുക്കും നല്ലവനായ വിശ്വസനായി കൂടിയിരുന്നു. പ്രത്യേകാൽ നമ്മുടെ അമ്മച്ചിയുടെ ദേഹവിയോഗത്തിൽ വേണ്ട അടുത്തതായ ശുശ്രൂഷകളിലൊക്കെ നമുക്കെല്ലാവർക്കും പങ്കുചേരുവാനൊക്കെ സഹായിച്ചല്ലോ. കാലാവസ്ഥയുടെ കാര്യത്തിലൊക്കെ നമ്മൾ അല്പം അറിയായിരുന്നു. എന്നാൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുവാനും വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥ ലഭിക്കുവാനൊക്കെ ദൈവം ഇടയാക്കി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ദൂരത്തു നിന്നൊക്കെ കടന്നു വന്നതായ അമ്മമ്മയ്ക്ക് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അനേകർ കടന്നു വന്നു. അവരുടെ യാത്രയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരുന്നല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ മടങ്ങി പോകുമ്പോഴും അവിടെ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലോ നമ്മൾ കടന്നു വന്ന സമയം മുതൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മീൻസ് കാറ്റ് കാണുകയില്ല, കോള് കാണുകയില്ല, അല്ലെങ്കിൽ മഴയില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. അതൊക്കെ എന്താണ്, എന്തിനെ കുറിച്ചാണ് അതൊക്കെ പറയുന്നത്? അതായത് നമ്മുടെ ജീവിതത്തിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ആ സാഹചര്യം നോക്കിയിട്ട് ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഇല്ല, കാര്യം മഴക്കാറൊന്നുമില്ല, ഇതൊരു നോർമൽ വേടാ, കാര്യം ചാൻസ് ഒന്നുമില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ദൈവവചനം പറയുന്നത് നീ അതൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ലെന്നേ. നമ്മുടെ ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. അതായത് യേശു ശിഷ്യന്മാരോട് വചനങ്ങളൊക്കെ ശുശ്രൂഷിച്ചതിന് ശേഷം പറഞ്ഞത്, അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചതിന് ശേഷം പറഞ്ഞത്, നിങ്ങൾ പോയി ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? നിങ്ങൾ പോയി ദൈവത്തിന് ശുശ്രൂഷ ചെയ്യണം. അവിടെ രോഗികളുണ്ട്, ഭൂതങ്ങളുണ്ട്, അവരെ നിങ്ങൾ സൗഖ്യമാക്കണം, വിടുവിക്കണം. അത് അവരുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ എന്നും കുറച്ച് വരുന്നു, ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്നും നമ്മൾ വരുന്ന ആ ടെൻഷനോട്, അല്ലെങ്കിൽ എന്തെങ്കിലും അല്പം ദൈവവചനം കേൾക്കുന്നു, അങ്ങനെ മടങ്ങിപ്പോവാന്ന് മാത്രമല്ല. ആ ഒരു ട്രഡീഷണൽ ലെവലിൽ പോകാനായിട്ടല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വാട്ട് എവർ നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ മുഖത്ത് ഏത് വിഷയങ്ങളാണോ നമ്മുടെ മുമ്പിലുള്ളത്, താങ്ക് യു ജീസസ്, നമ്മൾക്ക് വിടുതൽ വേണം. താങ്ക് യു ലോർഡ്. വിടുതൽ തരുവാനായിട്ട് സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ ഒന്ന് തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അതിനകത്ത് കാലങ്ങൾ എത്രയായെന്നോ, അല്ലെങ്കിൽ സാഹചര്യം ഇന്നതാണെന്നോ, ഇതൊന്നും നമ്മുടെ ദൈവത്തിന് പ്രശ്നമുള്ള കാര്യമല്ല. തബീതയുടെ വീട്ടിൽ ചെന്നതായ ആരാ ചെന്നത്? താങ്ക് യു ലോർഡ്. ആരാ ചെന്നത്? പത്രോസ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എന്താ? തബീത മരിച്ചു. കൂട്ടത്തിൽ നിന്നവരൊക്കെ എന്താ ചെയ്യുന്നേ? കരയി, അവൾ തയ്ച്ച ഉടുപ്പൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ കരയുക. അവിടെ പറഞ്ഞേക്കുന്നത് അവിടെ ആരാ? അല്ലെങ്കിൽ അവളോട്, അല്ലെങ്കിൽ ദൈവത്തെ അറിയാവുന്ന ആൾക്കാര്, അവിടെ വിശുദ്ധന്മാരെന്നൊക്കെയാ പറഞ്ഞേക്കുന്നേ. പക്ഷെ അവർക്കൊക്കെ എന്താണ്? കരച്ചിലും ഈ നടന്ന സംഭവങ്ങളെക്കുറിച്ചും അവൾ ഉണ്ടായിരുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് ഇത് കാണിക്കുവാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് പത്രോസ് എന്താ ചെയ്തേ? ഈ കരയുന്നവരെയൊക്കെ ഒന്ന് പുറത്താക്കണം. അവരെ ഒന്ന് പുറത്താക്കി, അവരെ കുറിച്ചല്ല അവിടെ ആവശ്യം നടക്കേണ്ടത്, വിശ്വസിക്കുന്നവരെയാണ് അവിടെ ആവശ്യം. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ആദ്യമേ കേട്ടതുപോലെ ഈ ദൈവവചനം നമ്മൾ വിശ്വസിക്കണം. ഈ ദൈവവചനത്തിൽ ശക്തി, അത് വിശ്വസിക്കുന്നവരിൽ കൂടെ വ്യാപരിക്കുന്ന ശക്തിയാണ്. അത് അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടുള്ളവര് ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് കൈവക്കാം. ദൈവവചനത്തിന്റെ ശക്തി നമ്മൾ അനുഭവിച്ച് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ അസാധ്യമെന്ന് ഞാൻ കരുതിയ കാര്യത്തില് എന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടോ? താങ്ക് യു ലോർഡ്. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ധൈര്യമായിട്ടും ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്.
ഈ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അത് നമ്മൾ ഏറ്റെടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഏറ്റെടുക്കുന്നു, അതൊരു കാഷ്വലായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പ്രവൃത്തി നടക്കത്തില്ല കേട്ടോ. നമ്മൾ പൂർണ്ണമായിട്ട് അതിൽ വിശ്വസിക്കണം. സാധിക്കും. ഇതിനകത്ത് ഇതിൽ കൂടെ, അതായത് നമ്മൾ ഒരാഹാരം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അല്പം വെള്ളം കുടിച്ചാൽ, ആ വെള്ളത്തിൽ കൂടി എൻ്റെ ക്ഷീണം മാറും. അല്ല, ആഹാരം കഴിക്കാത്ത കൊണ്ടാണ് എൻ്റെ ക്ഷീണം, ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല, അല്ലെ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആഹാരം. അതുപോലെ തന്നെ ഈ ദൈവവചനമാകുന്ന ആഹാരം നമ്മൾ കഴിക്കണം. ഇത് കഴിച്ചാൽ എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, വിടുതൽ ഉണ്ടാകും, അത്ഭുതം നടക്കും. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നും നമ്മുടെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ, നമ്മുടെ മുമ്പിൽ ഒന്നും അസാധ്യമായ ഒരു കാര്യമില്ല. വിശ്വസിക്കുന്നവരാൽ, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും. അത്ഭുതം എന്ന് പറയുമ്പോഴത്തേക്ക് അത് നാച്ചുറൽ ആണോ? അല്ല, അത് എല്ലായിടത്തും ഉള്ളതല്ല. എങ്കിലോ അത് വിശ്വസിക്കുന്നവർക്ക്, എങ്കിലോ അത് ചിലർക്ക് വേണ്ടി ഒക്കെ ഉള്ളതാ. എങ്കിലോ അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കൂടെ വെളിപ്പെടും. എങ്കിലോ ഈ ദിവസങ്ങളിലായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നതായ ഒരു കാര്യം, തീർച്ചയായിട്ടും ഈ ദൈവത്തിന്റെ വചനം പോലെ അത്ഭുതങ്ങൾ നടക്കും, വിടുതൽ നടക്കും. അതിവിടെ നടക്കും, അതിവിടെ കടന്നു വരുന്നവർ നടക്കും, നമ്മൾ പോകുന്നിടത്ത് നടക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ വിഷയങ്ങൾ നടക്കും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് കടന്നു വരാം. അതിനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ എല്ലാം നമ്മൾ ഡീറ്റെയിൽ. ഓക്കെ, 1 മുതൽ 17 വരെയുള്ളതായ വാക്യം പ്ലീസ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കൽ ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചെന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ചുകൂടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. മതി അല്ല, പിന്നെ ഒത്തിരി വായിച്ചു കഴിഞ്ഞ സമയം നിങ്ങൾ പോകുന്നല്ലോ. നമ്മൾ അതായത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 1 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളാണ് ദൈവം എനിക്ക് തന്നായ ആലോചന, അതിൽ കൂടി നൽകിയിരുന്ന ആലോചനയാണ്. ഇവിടെ ഒരു മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് ഇവിടെ പറയുന്നു. ആരായിരുന്നു ഈ മഗ്ദലക്കാരത്തി മറിയ? താങ്ക് യു ലോർഡ്. നമ്മൾ കേട്ടതായിട്ടുള്ളതായ ആ ഒരു ഭാഗത്തിൽ, അല്ലെങ്കിൽ ആദ്യമേ തന്നെ അതിൽ കൂടി ഉൾപ്പെട്ടതായ ചില ഭാഗങ്ങൾ തന്നെയാണ് ഈ മഗ്ദലക്കാരത്തി മറിയ. താങ്ക് യു ലോർഡ്. അതായത് മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് ചരിത്ര ഭാഗങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, മഗ്ദലക്കാരത്തി മറിയ എന്ന് നമ്മൾ പറയുമ്പോൾ ആ സ്ത്രീയെ ഒരു റിച്ച് വുമണായിരുന്നു. മീൻസ് ഒരു ധനികയായ ഒരു സ്ത്രീയായിരുന്നു ഈ മഗ്ദലക്കാരത്തി മറിയ. 2, യേശുവിനോട് കൂടെ പല ഇടങ്ങളിലും പോയി സുവിശേഷ ഘോഷണത്തിലൊക്കെ പങ്കുചേർന്നായ ഒരു സ്ത്രീയും കൂടിയായിരുന്നു ഈ മഗ്ദലക്കാരത്തി മറിയ. താങ്ക് യു. അതോടൊപ്പം തന്നെ യേശുവിൻ്റെ ക്രൂശീകരണത്തിലും അതുപോലെ തന്നെ അടക്കത്തിലും ഉയർപ്പിലും യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ മഗ്ദലക്കാരത്തി മറിയ. അതുപോലെ തന്നെ ദൈവനാമത്തിന് വേണ്ടി, അല്ലെങ്കിൽ തനിക്കുണ്ടായിരുന്നായ ധനം ധാരാളമായിട്ട് ദൈവനാമത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തതായ ഒരു സ്ത്രീയും കൂടെയായിരുന്നു ഈ മഗ്ദലക്കാരത്തി മറിയ. ഇത് ചരിത്രത്തിൽ നിന്ന് ഞാൻ എടുത്തതാണ്. താങ്ക് യു ലോർഡ്. അതുകൊണ്ട് ഈ മഗ്ദലക്കാരത്തി മറിയ അവൾ ആരായിരുന്നു? ഏറ്റവും ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ, അവളെ യേശു ഏത് സാഹചര്യത്തിലാണ് കണ്ടത് അറിയാവോ? ഓർക്കുന്നുണ്ടോ? അവൾക്ക് എന്തുണ്ടായിരുന്നു? ഭൂതമുണ്ടായിരുന്നു. 7 ഭൂതം. അവൾ ആരായിരുന്നു? അവൾ ധനികയായിരുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ അവളെ കണ്ടതായ ആ സാഹചര്യം, യേശു കണ്ടതായ സാഹചര്യം, അല്ലെങ്കിൽ യേശുവിനെ അവൾ അറിയുവാനായിട്ടുള്ള സാഹചര്യം, അവൾക്ക് ഭൂതം ഉണ്ടായിരുന്നു.
അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിന്തിച്ചു, അന്നത്തെ മറിയെക്കുറിച്ചൊന്നും ചിന്തിച്ചു നോക്കിക്കേ, അല്ലെങ്കിൽ ഈ ഭൂതം പിടിച്ചിരിക്കുന്ന മറിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവൾക്ക് സുബോധമുണ്ടോ? അവൾ ചെയ്യുന്ന കാര്യത്തിന് വല്ല ലെവലും ഉണ്ടോ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയ ഒരു മറിയ. എനിക്കില്ലോ ഞാൻ എന്തുകൊണ്ടത് ആ ഒരു തോട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നെന്നറിയാവോ? ഇന്ന് പലരും കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ അന്നത്തെ ആ മറിയ, അല്ലെങ്കിൽ ഭൂതഗ്രസ്തയായിരിക്കുന്ന ആ മറിയയുടെ സാഹചര്യത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഒരു പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കാം. താങ്ക് യു ജീസസ്. ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ നോക്കി യേശു അവളെ തള്ളിക്കളയുവാനായിട്ടല്ല യേശുവോട് ആഗ്രഹിക്കുന്നത്. അവൾ കടന്നു പോകുന്ന സാഹചര്യം നമുക്ക് വ്യക്തമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു ഭൂതം ബാധിച്ച്, അല്ലെങ്കിൽ സുബോധമില്ലാതെ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ളതായ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാതെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇവിടെ ചെയ്യുന്നില്ല, നടക്കുന്നില്ല. എനിക്ക് ലോർഡ്, ആ വ്യക്തിയെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ പറയുക, ഇവനെ അല്ലെ ഇവളെ ദൈവം ഉപയോഗിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. താങ്ക് യു ലോർഡ്. അതാണ് മഗ്ദലക്കാരത്തി മറിയ. താങ്ക് യു ലോർഡ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. യേശുവിനെ അല്ലെങ്കിൽ ഈ മഗ്ദലക്കാരത്തി മറിയെ എങ്ങനെ യേശുവിനെ കണ്ടു? ആരോ അവളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആരോ എന്ന് പറയുമ്പോഴത്തേക്ക് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഈ മഗ്ദലക്കാരത്തി മറിയെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു. ഇന്ന് പകൽക്കാലം വേണ്ടിയത് ആരെയാണ് വേണ്ടത്? യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ ആവശ്യമുണ്ട്. യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി ആരാണ്? പൂർണ്ണമായിട്ടും യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കണം. എൻ്റെ യേശുവിന് ഇത് സാധിക്കും, നിന്റെ ഭൂതത്തെ പുറത്താക്കുവാൻ, നിന്റെ സാഹചര്യത്തെ മാറ്റുവാനായിട്ട് എൻ്റെ യേശുവിന് സാധിക്കും എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ആവശ്യമുണ്ട്. താങ്ക് യു ലോർഡ്. അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. അത് നമ്മൾ ഏറ്റെടുക്കണം. ആദ്യമേ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് വരുന്ന ആ വിശ്വാസത്തിന് മുമ്പായിട്ട് നമ്മളിൽ വിശ്വാസം ഉണ്ടാക്കണം. താങ്ക് യു ലോർഡ്. ഈ യേശുവിനെ, ഈ മഗ്ദലക്കാരത്തി മറിയയെ, അല്ലെങ്കിൽ നിന്നെ വിടുവിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം ആണ്, യേശുവാണെന്നുള്ള കാര്യം, നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ ഏത് സാഹചര്യത്തെയും, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഏതിനെയും, ഏത് പ്രതികൂല സാഹചര്യത്തെയും മാറ്റുവാനായിട്ട് എൻ്റെ യേശുവിന് സാധിക്കും എന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം നമ്മൾക്കുണ്ടാകണം. എന്നാൽ മാത്രമേ മഗ്ദലക്കാരത്തി മറിയെ പോലുള്ളവർക്ക് വിടുതല് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാകുന്നു. താങ്ക് യു ലോർഡ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നവര് താങ്ക് യു ലോർഡ് ചൂണ്ടിക്കാണിക്കണം. നിനക്ക് സാധിക്കും, എന്റെ ദൈവത്താൽ സാധിക്കും, എന്റെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമില്ല. എന്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. താങ്ക് യു ലോർഡ്. യെസ്, ഞാൻ ആ സബ്ജക്റ്റ് ഞാനൊന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നതായ ഒരു കാര്യമാണ്. ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. ഈ മറിയയെ കുറിച്ച് അടുത്ത സ്റ്റെപ്പ് എന്താണ് പറയുന്നത്? മഗ്ദലക്കാരത്തി മറിയ. അവിടെ എന്താണ് മഗ്ദലക്കാരത്തി മറിയ എന്നുള്ള കാര്യം അവിടെ വന്നത്? അവിടെ ആ ഒരു പട്ടണത്തിൽ ജനിച്ചു വളർന്നവൾ, മഗ്ദലം എന്നുള്ള ആ പട്ടണത്തിൽ ജനിച്ചു വളർന്നവളാണ്. അവിടെ ആ പട്ടണത്തിന്റെ ഒരു ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മീൻപിടുത്തക്കാർ ധാരാളമായി വസിച്ചിരുന്ന ഒരു പട്ടണവും കൂടി ആയിരുന്നു. എങ്കിലോ അവൾ യേശുവിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ യേശുവിനോട് കൂടെ നടന്ന് അനേക ഇടങ്ങളിലൊക്കെ സുവിശേഷ ഘോഷീകരണത്തിലൊക്കെ നടന്ന ഒരു വ്യക്തി.
ഓക്കെ. അതിനുശേഷം പിന്നെ യേശു മരിച്ചതിന് ശേഷം, അതായത് യഹൂദന്മാരുടെ ആ ഒരു ആചാരപ്രകാരം തൈലം പൂശുക, അല്ലെ 3-ാം ദിവസം തൈലം പൂശുക എന്നുള്ളതായ ആ ഒരു പ്രൊസീജിയർ അവിടെ ഉണ്ട്. അതിനുവേണ്ടി അവൾ എന്ത് ചെയ്തു? അവൾ അല്പം തൈലമൊക്കെ വാങ്ങിച്ചു. ഓക്കെ. അവിടെ തൈലമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഏർലി മോർണിംഗ്, ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, പക്ഷെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 2 പേരുടെ കാര്യങ്ങളാണ് പറയുന്നത്. താങ്ക് യു. അവൾ ആ തൈലമൊക്കെ വാങ്ങിച്ചതിന് ശേഷം, ഓക്കെ, അവൾ ഏർലി മോർണിംഗിൽ വരുക. എവിടെ വരുന്നു? കല്ലറ വാതിക്കൽ വരുക. അപ്പൊ അവൾ വരുന്ന സമയത്തൊക്കെ, അപ്പെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർക്ക് സംശയമുണ്ട്, ആരെ കല്ലുരുട്ടി മാറ്റും എന്നുള്ളതായ സംശയങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ അവർ വന്ന സമയത്ത് കല്ലൊക്കെ ഉരുട്ടി മാറ്റിയിരിക്കുന്നു. താങ്ക് യു ലോർഡ്. കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. ഒന്ന്, അവൾ കല്ല് ഉരുട്ടി മാറ്റിയത് അവൾ കാണുന്നു. പിന്നെ അവൾ എന്താ ചെയ്തത്? അവൾ അവിടുന്ന് ഓടിപ്പോവാ. ആരുടെ അടുത്തേക്ക് പോകുന്നു? ശിഷ്യന്മാരുടെ. അത് ഏത് ശിഷ്യന്മാരാ? പത്രോസും മറ്റേ ശിഷ്യൻ എന്നാ പറയുന്നത് അല്ലേ? യോഹന്നാന്. ഈ യോഹന്നാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നതിന് ശേഷം അവരോട് വിവരം പറയുന്നു. ആരാ മുന്നിൽ ഓടിയത്? യോഹന്നാൻ. പത്രോസ് ഇച്ചിരി സ്ലോ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇച്ചിരി വയറൊക്കെ കാണുമായിരിക്കും തോന്നുന്നു. പത്രോസ് ഇച്ചിരി സ്ലോ ആയിട്ടങ്ങ് ഓടി. പക്ഷെ യോഹന്നാൻ മുൻപിൽ ഓടി വന്നു. പക്ഷെ നടക്കിൽ നോക്കി എന്താ കണ്ടു? ശീലകളൊക്കെ കിടക്കുന്നത് കണ്ടു. പക്ഷെ പത്രോസ് അകത്ത് കയറി. അത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ചിലതൂടെ കുറച്ച് തുണികളെയൊക്കെ കണ്ടു. അതിനുശേഷം പത്രോസും ഈ ശിഷ്യന്മാരോ ഇച്ചിരി നമ്മളെപ്പോലെ ഇച്ചിരി മിടുക്കരാ കേട്ടോ. അവർ പിന്നെ തീരുമാനിച്ചു, ഇനിയിപ്പം കൂടുതൽ സമയം ഇവിടെ നിന്ന് കഴിഞ്ഞ് പന്തികേടാ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഡെഡ് ബോഡി ഇവിടെ ഇല്ല, അത് പോയി. ഓക്കെ. അത് കാരണം ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട. അല്ലെങ്കിൽ കാര്യം എന്താ വെച്ചാൽ റോമ ഗവൺമെൻറ് വല്ലതും വന്ന് അവർ പൊക്കിക്കൊണ്ട് പോയതാന്നുള്ള രീതിയിൽ ഇവരെ പഴി പറയും. അത് കാരണം അവരെന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ് ആയിട്ട് അവരവിടുന്ന് സ്ഥലം വിട്ടു. താങ്ക് യു ലോർഡ്. അവരവിടുന്ന് സ്ഥലം വിട്ടതിന് ശേഷം പക്ഷെ ഈ മറിയ പോയോ? ഈ മഗ്ദലക്കാരത്തി മറിയ പോയില്ല. ഇവിടെ 2 രീതിയിലുള്ളതായ 2 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. ഒരു സാധാരണ രീതിയിൽ പോകുന്ന ക്രിസ്ത്യാനികളെയും 2 ദൈവത്തോട് അടുത്ത ബന്ധമുള്ളതായ ഒരു വിഭാഗത്തെയും കാണാൻ പറ്റും. ചിലർ വരുന്നു, നോക്കുന്നു, കാണുന്നു, പോകുന്നു. എനിക്ക് അവർക്ക് അത്രയേ ഉള്ളൂ. ഓക്കെ. ആദ്യത്തെ ശിഷ്യന്മാരുടെ കൂട്ടത്തില്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ മറിയ അവിടെ പോകുന്നില്ല. മറിയ അവിടെ നിൽക്കുകയാണ്. താങ്ക് യു ലോർഡ്. മറിയ അവിടെ നിൽക്കുന്നതിന് അവൾ കരയുകയാണ്. അവൾക്ക് ആ ദൈവവുമായിട്ട് അല്ലെങ്കിൽ യേശുവായിട്ട് അത്രമാത്രം ഒരു ബന്ധം ഉണ്ടായിരുന്നു. നല്ല റിലേഷൻഷിപ്പ് ഉള്ളതായ ആ മറിയ അവൾക്ക് കരയും. അവൾക്ക് അത്രമാത്രം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. അവളെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ അവളോട് ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമോ? അവൾ അതിനെക്കുറിച്ചൊന്നും കെയർ ചെയ്യുന്നില്ല. അവൾ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കുന്നില്ല. താങ്ക് യു ലോർഡ്. ഒന്നിനെക്കൊന്നൊന്നും വിഷമിക്കാതെ അവൾ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞവൾ എന്ത് ചെയ്യുന്നു? കരഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ എന്ത് ചെയ്തു? ഇന്ന് കുനിഞ്ഞു നോക്കി. ഒന്ന് കുനിഞ്ഞു നോക്കി. നോക്കിക്കഴിഞ്ഞപ്പോഴത്തെ അവൾ എന്ത് കണ്ടു? 2 വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ അവിടെ ഇരിക്കുന്നു. താങ്ക് യു ലോർഡ്. ഒന്ന് മനസ്സിലാക്കുക, നിന്റെ ഡിസയർ അനുസരിച്ചാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. നീ എന്തുമാത്രം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നോ? ചിലരൊക്കെ കാണാത്തതൊക്കെ നീ കാണണം എന്നുണ്ടെങ്കിൽ നീ ദൈവത്തോട് അടുത്ത് നിൽക്കണം. നീ ദൈവത്തോട് അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണും. മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കാത്തത്, മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ സാധിക്കാത്തത് ശിഷ്യന്മാരാണ്, കൂട്ടത്തിൽ നടന്നവരാ. താങ്ക് യു ലോ. ഇവർക്ക് പേര് വല്ലതും ഉണ്ടോ? ഡിസൈപ്പിൾ എന്നുള്ള പേര് വല്ലതും ഉണ്ടോ? അവിടെ കാണുന്നില്ല.
ഇല്ലെങ്കിലും നിന്റെ ഹൃദയത്തെ അറിയുന്ന ദൈവമുണ്ട്. താങ്ക് യു ലോർഡ്. അത് നന്നായിട്ട് മനസ്സിലാക്കുന്ന ദൈവം. താങ്ക് യു ലോർഡ്. ഈ യേശു എവിടെയാ ഉള്ളത്? അവിടെ നിന്റെ അടുത്ത് തന്നെ ഉണ്ടെന്നേ. ഈ പത്രോസും യോഹന്നാനും ഒക്കെ വന്ന സമയത്ത് യേശു എവിടെയുണ്ട്? അവിടെ തന്നെ ഉണ്ടെന്നേ. യേശു അവിടെ തന്നെ ഉണ്ട്. യേശു ഒരിടത്തും പോയിട്ടില്ലെന്നേ. താങ്ക് യു ലോർഡ്. എന്നാൽ നിനക്ക് കാണണം എന്നുണ്ടെങ്കിൽ താങ്ക് യു ലോർഡ്, നിന്റെ ഡിസയർ അനുസരിച്ചാ, നിന്റെ ബന്ധം അനുസരിച്ചാ യേശുവിനെ കാണുന്നത്. മറിയ ആ നല്ല റിലേഷൻഷിപ്പില് അവിടെ നിന്ന് അവൾ കരഞ്ഞു. യേശുവിന് നിന്റെ മുഖത്തു നിന്നും അല്ലെങ്കിൽ നിന്റെ സന്നിധിയിൽ നിന്ന് പോകാൻ ഒക്കത്തില്ല. അവൾ കുനിഞ്ഞു നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ ചില ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നു. നിങ്ങൾക്കറിയാവോ എൻ്റെ യജമാനനെ എവിടെ വെച്ചിരിക്കുന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവളൊന്ന് തിരിഞ്ഞു നോക്കുക. താങ്ക് യു ലോ. ആ തിരിഞ്ഞു നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് താങ്ക് യു ലോ, യേശു അവളുടെ തൊട്ട് മുൻപിൽ നിൽക്കുക. താങ്ക് യു ലോ. നമ്മുടേതായിട്ടുള്ള ബന്ധം ആണ് നമ്മളും നമ്മുടെ ദൈവവും നമ്മളോട് ഇടപെടുന്നത്. നമ്മുടെ ദൈവം നമ്മളോട് ഇടപെടുന്നത്. നമ്മൾ ചേർന്നിരുന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മളോട് ഇടപെടും. താങ്ക് യു ലോർഡ്. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ എല്ലാവരെയും മറിയോട് പ്രത്യേക ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. ആരടുത്ത് വരുന്നോ, ആര് ചേർന്ന് നിൽക്കുന്നോ നിന്നെ വിടുവിക്കുവാനായിട്ട്, നിന്റെ സങ്കടം മാറ്റുവാനായിട്ട്, നിന്നെ ഉയർത്തുവാനായിട്ട്, നിന്നെ മാനിക്കുവാനായിട്ട് യേശു നിന്റെ അടുത്ത് തന്നെ വരും. താങ്ക് യു ലോ. അവളൊന്ന് തിരിഞ്ഞു നോക്കി. യേശു അവളെന്താ വിചാരിക്കുന്നത്? തോട്ടക്കാരനാണെന്നുള്ള രീതിയിൽ താങ്ക് യു ലോ, യജമാനനെ എന്ന് വിളിക്കുക. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പക്ഷെ മറിയയ്ക്ക് യേശുവിൻ്റെ സൗണ്ട് അറിയാം കേട്ടോ. അവൾ കാണുമ്പോൾ അവൾ തിരിച്ചറിയുന്നില്ലെങ്കിലും മറിയയ്ക്ക് യേശുവിൻ്റെ സൗണ്ട് അറിയാം. മറിയെ യേശു എന്താ വിളിക്കുന്ന? മറിയേ എന്ന് വിളിച്ചപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു. ബന്ധം. താങ്ക് യു ലോ. ദൈവവുമായിട്ടുള്ള ബന്ധം നിനക്കുണ്ടോ? ദൈവത്തിന്റെ സൗണ്ട് നിനക്ക് തിരിച്ചറിയാൻ പറ്റും. താങ്ക് യു ലോ. പലരും ചോദിക്കും, ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്? ഏത് രീതിയിലാണ് നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നത്? ഞങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ എന്നുള്ള പല ക്വസ്റ്റ്യനും നമ്മളോടും ചോദിച്ചിട്ടുണ്ട്. താങ്ക് യു ലോ. നീ ദൈവത്തോട് അടുത്തിരിക്കുന്ന വ്യക്തിയാണോ? ദൈവത്തിന്റെ ശബ്ദം നീ തിരിച്ചറിയുമെന്ന്. താങ്ക് യു ലോ. അനേകർക്ക് തിരിച്ചറിയാൻ മേലാത്ത നീ തിരിച്ചറിയും. മറിയ എന്താണ് അവിടെ പറയുന്നത്? താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആ ശബ്ദം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ താങ്ക് യു ലോ, മറിയ പറയാണ് റബ്ബൂനി. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താ പറഞ്ഞേക്കുന്നത്? ഗുരുവേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അവൾക്ക് ആ സമയത്തുണ്ടാകുന്ന ആ സന്തോഷത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആർക്കും കാണാൻ സാധിക്കാത്തത്, ആർക്കും ചിന്തിക്കാൻ സാധിക്കാത്തത്. നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കാം. യേശുവിനെ ക്രൂശിച്ചതിന് ശേഷവും ക്രൂശിക്കുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്ന ഈ മറിയ ഈ 3 ദിവസമായിട്ട് അവൾ ഉറങ്ങിയിട്ടുണ്ടാകുമോ? എൻ്റെതായ ചിത്രപ്രകാരം നോ. അവളുടെ അത്രമാത്രം വ്യസനമുണ്ടായിരുന്നു. അവളുടെ ഗുരുവിനെ, താങ്ക് യു ലോർഡ്, അവളുടെ റബ്ബൂനിയെ അവൾക്ക് നഷ്ടപ്പെട്ടു. താങ്ക് യു ലോർഡ്. അവൾ ആ മനോവ്യസനത്തോടു കൂടി അവൾ കഴിയുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ പോയി, വിളിച്ചുകൊണ്ട് വന്നവരൊക്കെ പോയെന്നേ. താങ്ക് യു ലോർഡ്. അവൾ വിളിച്ചുകൊണ്ട് വന്നവരൊക്കെ പോയി, അവരുടെ വീട്ടിൽ പോയി. ഇവള് പോകുന്നില്ല. താങ്ക് യു ലോർഡ്. ദൈവശബ്ദം താങ്ക് യു ലോർഡ് അവൾ കേട്ടു. ഹല്ലേലൂയ. നമ്മൾ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ദൈവശബ്ദം നമുക്ക് കേൾക്കാം. ദൈവം നമ്മളോട് സംസാരിക്കും. മറ്റുള്ളവർക്ക് കേൾക്കാത്തത്, മറ്റുള്ളവർ ചിന്തിക്കാത്തത്, മറ്റുള്ളവർ നിരൂപിക്കാത്തത് കാര്യങ്ങൾ ഒരു ദൈവവൈതലിന് തിരിച്ചറിയാം. എന്തുകൊണ്ടെന്നാൽ അവൾ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണ്. താങ്ക് യു ലോ. അങ്ങനെയുള്ളവളെ ആ യേശുവിന് മറന്നു കളയാൻ പറ്റുമോ?
യേശുവിന് അവളെ മാറ്റി നിർത്താൻ പറ്റുമോ? ഒരു കാര്യം മാത്രം യേശു പറഞ്ഞു. ഇത് ഞാൻ എൻ്റെതായ ചിന്തയിൽ ഞാൻ പറയുവാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്യം യേശു പറയുന്നത് എന്താ? ഞാൻ പിതാവിൻ്റെ അടുത്ത് പോയിട്ടില്ല, എന്നെ തൊടരുത്. അപ്പൊ ഇത് യേശുവിനെ തിരിച്ചറിഞ്ഞ മറിയ എൻ്റെതായ നിഗമനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവളൊന്ന് ആലിംഗനം ചെയ്യാൻ വേണ്ടി അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് യേശു പറഞ്ഞാണ്, എന്നെ തൊടരുത് ദയവായിട്ട്, നിന്നോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, എന്നാൽ എനിക്ക് പിതാവുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്, താങ്ക് യു ലോർഡ്, അതുകൊണ്ട് ഇപ്പൊ എന്നെ തൊടരുത് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, എന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത്? അതായത് നമ്മൾ കുറച്ച് ട്രഡീഷണലായിട്ട് അല്ലെങ്കിൽ ദൈവവചനം പ്രസംഗിച്ചെന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്നോ പറഞ്ഞിട്ടൊന്നും കാര്യമാകുന്നില്ല. യേശുവിൻ്റെ കൂടെ നടന്നെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. യേശുവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റും. അനേകർക്ക് കാണാൻ വയ്യാത്തത്, അനേകർക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിക്കോണം. നിന്റെ അടുപ്പം പോലെ ഇരിക്കും. നീ എന്തുമാത്രം ക്ലോസറായിട്ട് ദൈവത്തോട്ട് ഇരിക്കുന്നോ, ദൈവം നിന്നോടും അതുപോലെ തന്നെ അടുത്തു വരും. താങ്ക് യു ലോ. നിന്നെ മാറ്റി നിർത്തുന്ന ദൈവം അല്ലെന്നേ. താങ്ക് യു ലോ. അവൾ കടന്നുപോയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ 3 ദിവസം യേശു ഒരുപക്ഷെ അവിടെ തന്നെ ഉണ്ട്, എന്നാൽ യേശു വന്നോ? നിന്റെ കരച്ചിലെല്ലാം യേശു കാണുന്നു. നീ വീട്ടിലിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ യേശു അവിടെ അല്ലെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ സമയത്ത് മാത്രമാണ് അവിടെ ഉള്ളത്? അല്ലെന്ന്. യേശു എപ്പോഴും ദൈവമാണ്. യേശു എപ്പോഴും നമ്മുടെ സമീപത്തുണ്ട്, അല്ലെങ്കിൽ ഈ മറിയയുടെ അടുത്തുണ്ടായിരുന്നു. എന്നാൽ തക്ക സമയത്ത് താങ്ക് യു ലോ ആ മറിയയുടെ അടുത്തേക്ക് കടന്നു വന്ന് അവളോട് സംസാരിക്കുന്ന ഒരു ദൈവം. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ നമ്മൾ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്ന ദൈവവും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ദൈവവും. അവൾ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്കൊന്ന് മനസ്സിലായി, അവൾക്ക് തൃപ്തിയായി. താങ്ക് യു ലോർഡ്. അവൾക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ യേശു മരിച്ചിട്ടില്ല, എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ ഗുരു മരിച്ചിട്ടില്ല. യഹൂദന്മാർക്ക് എൻ്റെ ഗുരുവിനെ അല്ലെ സാത്താൻ എൻ്റെ ഗുരുവിനെ നശിപ്പിക്കുവാൻ സാധിക്കത്തില്ല. എൻ്റെ ചിന്തകൾക്ക് അപ്പുറത്തായിട്ട്, അവൾ കണ്ടതിനപ്പുറത്തായിട്ട്, അവൾ എന്താ കണ്ടത്? യേശുവിനെ ക്രൂശിക്കുന്നത് കണ്ടു, യേശുവിനെ അടക്കുന്നത് കണ്ടു. താങ്ക് യു ലോ. എന്നാൽ അതിനപ്പുറത്തായിട്ട് അവൾ ഒന്ന് കണ്ടു, എൻ്റെ യേശു ജീവിക്കുന്നു. താങ്ക് യു ലോ. എൻ്റെ യേശുവിനെ ഞാൻ കണ്ടു, എൻ്റെ യേശുവിനോട് ഞാൻ സംസാരിച്ചു, എൻ്റെ യേശു എന്നോട് സംസാരിച്ചു. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മളോട് വ്യക്തിപരമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ദൈവം, നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, ആ ദൈവമാണ് നമ്മുടെ ദൈവം. താങ്ക് യു ലോ. സമയം കഴിഞ്ഞില്ല, ഞാൻ ഇവിടെ നിർത്തട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അതായിരിക്കണം. സാഹചര്യങ്ങളെ കണ്ട് യേശു മരിച്ചുപോയി അല്ലെങ്കിൽ ശിഷ്യന്മാർ വന്ന് കടന്നുപോയി, വന്നു, കണ്ടു, നോക്കി, അവർ പോയി, അവർ വല്ലതും കണ്ടോ? ഒന്നും കണ്ടില്ലെന്നേ. അവർ കണ്ടത് എന്താ? പഴയ കുറെ തുണികളൊക്കെ മാത്രമേ അവർ കണ്ടുള്ളൂ. അവർ ദൂതന്മാരെ കണ്ടോ? ഇല്ല. കണ്ടവൾ ആരാണ്? ഈ മറിയ കണ്ടു. താങ്ക് യു ലോ. ഒന്ന്, അവൾ ദൂതന്മാരെ കണ്ടു. താങ്ക് യു ലോ. എന്നിട്ടും അവൾ അവിടെ നിൽക്കുകയാണ്. താങ്ക് യു ലോ. അവൾ വീണ്ടും കരയുകയാണ്. താങ്ക് യു. എന്തുകൊണ്ട്? അവൾ ദൂതന്മാരെ കണ്ടാ പോരാ. താങ്ക് യു ലോ. അവൾക്ക് യേശുവിനെ കാണണം. അവൾക്ക് ഈ ലോകത്തിൽ ആരെങ്കിലും പറയുന്ന കേട്ടാ പോരാ, അല്ലെങ്കിൽ ഈ ദൈവവചനം വിടുവിക്കുന്നതാണെന്ന് പറഞ്ഞ് കേട്ടാ പോരാ. അവൾക്ക് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കാണണം. താങ്ക് യു ലോ. എന്നെ കേൾക്കുന്നവരെ, ഈ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. താങ്ക് യു ലോ. ഈ ദൈവത്തിന്റെ വചനത്താൽ അസാധ്യമായ ഒരു കാര്യമില്ല. ആ മറിയ കണ്ട ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമില്ല. ആ യേശു മറിയയുടെ അടുത്ത് ചെന്നതുപോലെ നമ്മുടെയും അടുത്തേക്ക് വന്ന് നമ്മളോടും സംസാരിക്കുന്ന ദൈവം. താങ്ക് യു ലോ. തിരിച്ചറിയുന്ന അല്ലെങ്കിൽ യേശുവിനെ തിരിച്ചറിഞ്ഞതായ, അല്ലെങ്കിൽ യേശുവിന്റെ ശബ്ദം കേട്ട് ആ മറിയ തിരിച്ചറിഞ്ഞതുപോലെ ആ യേശുവിന്റെ ശബ്ദം കേട്ട് നമുക്ക് തിരിച്ചറിയാം. യേശുവിനോട് ചേർന്നിരിക്കാം. ഈ വചനങ്ങൾ ആദ്യം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.